ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നാം പ്രിയപ്പെട്ടവരാവണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയും പേടിക്കേണ്ടതില്ല, നമ്മൾ പരാജയപ്പെടുകയില്ല. ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നദാ ജിബ്രീൽ. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബ്ഹു ഫയുഹിബ്ബുഹു ജിബ്രീൽ. അള്ളാഹു ഇന്ന ആളെ, ഇന്നയാളുടെ മകൻ ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നീയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലിസ് സമാ. ആകാശ ലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂ. അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ. ആകാശ ലോകത്തെ സർവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും, ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ മാലാഖമാരുടെ ഇഷ്ടം ലഭിക്കും. പിന്നെ ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത അള്ളാഹു ഇട്ട് കൊടുക്കും. എല്ലാവർക്കും അവനെ ഇഷ്ടായിരിക്കും. അവനെ വെറുക്കുന്നവർ, എതിർക്കുന്നവർ ആരും ഉണ്ടാവില്ല. ജനങ്ങൾക്കിടയിൽ ഒരു ഖബൂലിയത്ത് ലഭിക്കുക, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയുടെ ഒരടയാളമാണ്. അതുകൊണ്ടാണ് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ മരണപ്പെട്ടിട്ട് കാലങ്ങൾ എത്ര പിന്നിട്ടിട്ടും ജനങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്നേഹമുള്ളത്. അജ്മീർ ഖാജ എത്ര നൂറ്റാണ്ടുകളായി വിട പറഞ്ഞിട്ട് ഇപ്പോഴും അവിടുത്തെ മസാറിലേക്ക് ജനങ്ങൾ അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയെപ്പോലെ, മദീനയെപ്പോലെ ജനനിബിഡമാകുന്ന ഒരു കേന്ദ്രമാണ് അജ്മീർ ഷരീഫ്. അവിടേക്ക് എത്ര ആളുകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി, സന്തോഷം പറയാൻ, സങ്കടങ്ങൾ പറയാൻ ഖാജയുടെ അരികിലെത്തുന്നവർ എത്രയാണ്. നാം പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. തഖ്വയോടെ ജീവിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ച് വിരോധനകളെ പാടെ ഒഴിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ.